ചരിത്രം, പുരാതന കാലഘട്ടം. നോട്ട് 1. ഈ നോട്ടിൽ നമ്മൾ കേരളത്തിലെ ശിലായുഗങ്ങൾ, മഹാശിലായുഗം, സംഘകാലഘട്ടം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നു. 1. ശിലായുഗങ്ങൾ. ദ സ്റ്റോൺ ഏജസ് പിക്. കേരളത്തിൽ മനുഷ്യവാസത്തിന്റെ ഏറ്റവും പുരാതനമായ തെളിവുകൾ ലഭിക്കുന്ന കാലഘട്ടം. പ്രാചീന ശിലായുഗം. പേലിയോലിത്തിക് ഏജ്. പ്രധാന സവിശേഷത: പരുക്കൻ ശിലായുധങ്ങൾ, റഫ് സ്റ്റോൺ ടൂൾസ് ഉപയോഗിച്ചിരുന്നു. ജീവിതരീതി: മനുഷ്യർ നായാടിയും സാധനങ്ങൾ ശേഖരിച്ചും ഹണ്ടർ ഗ്യാദറേഴ്സ് ജീവിച്ചു. തെളിവുകൾ: കേരളത്തിൽ ഈ കാലഘട്ടത്തെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ കുറവാണ്. വയനാട്, പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് ചില പരുക്കൻ കൽച്ചീളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. മധ്യശിലായുഗം. മെസോളിത്തിക് ഏജ്. പ്രധാന സവിശേഷത: സൂക്ഷ്മശിലായുധങ്ങൾ, മൈക്രോലിത്സ് ഉപയോഗിച്ചു. ഇവ ചെറിയ, മൂർച്ചയേറിയ ആയുധങ്ങളായിരുന്നു. ജീവിതരീതി: നായാട്ടും വനവിഭവ ശേഖരണവും തുടർന്നു. ആയുധങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടു. നവീന ശിലായുഗം. നിയോളിത്തിക് ഏജ്. പ്രധാന സവിശേഷത: മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ, പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ഉപയോഗിച്ചു. പ്രധാന മാറ്റം: മനുഷ്യർ കൃഷി, റൈസ് പ്ലാന്റ് ചെയ്യാൻ ആരംഭിച്ചു. നായയെ ഇണക്കി വളർത്തി സ്ഥിരവാസം തുടങ്ങി. പ്രധാന കേന്ദ്രം: എടയ്ക്കൽ ഗുഹ, വയനാട് മൗണ്ടൻ. ഇവിടുത്തെ പാറകളിലെ കൊത്തുചിത്രങ്ങൾ. പെട്രോഗ്ലിഫ്സ്. നവീന ശിലായുഗത്തിന്റെ അവസാന കാലഘട്ടം മുതൽ മഹാശിലായുഗം വരെ നിലനിന്ന ഒരു സമൂഹത്തിന്റെ തെളിവാണ്. 2. മഹാശിലായുഗം. മെഗലിത്തിക് ഏജ്. ഫ്യൂണറൽ ഏൺ. ഇരുമ്പുയുഗം, അയൺ ഏജ് എന്നും അറിയപ്പെടുന്നു. കേരള ചരിത്രത്തിന്റെ തുടക്ക കാലഘട്ടമായി ഇതിനെ കണക്കാക്കുന്നു. പ്രധാന സവിശേഷത: മൃതശരീരങ്ങൾ അടക്കം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വലിയ കല്ലുകൾ കൊണ്ടുള്ള സ്മാരകങ്ങൾ. പ്രധാന സ്മാരക രൂപങ്ങൾ: കുടക്കല്ല്, കുടയുടെ ആകൃതിയുള്ള വലിയ കല്ല്, പ്രധാനമായും തൃശൂർ, പാലക്കാട് ജില്ലകളിൽ. തൊപ്പിക്കല്ല്, തൊപ്പിയുടെ ആകൃതിയുള്ള കല്ല്, പ്രധാനമായും മലപ്പുറം, തൃശൂർ. മുനിയറ, ഡോൾമെൻ, വലിയ പരന്ന കല്ലുകൾ മേശ പോലെ സ്ഥാപിച്ചത്. പ്രധാന കേന്ദ്രം: മറയൂർ, ഇടുക്കി. നന്നങ്ങാടികൾ. ബ്യൂറിയൽ ഏൺസ്. മൃതദേഹം വലിയ മൺപാത്രങ്ങളിൽ, ഭരണികളിൽ അടക്കം ചെയ്യുന്ന രീതി. ജീവിതരീതി: ഇരുമ്പിന്റെ ഉപയോഗം വ്യാപകമായി. കൃഷി, കച്ചവടം, സ്ഥിരവാസം എന്നിവ നിലനിന്നിരുന്നു. 3. സംഘകാലഘട്ടം. സംഘം ഏജ് ബുക്സ്. ദക്ഷിണേന്ത്യയുടെ, വിശേഷിച്ച് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആദ്യത്തെ ചരിത്ര കാലഘട്ടം. അടിസ്ഥാനം: സംഘം കൃതികൾ. സംഘം ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്ന പുരാതന തമിഴ് സാഹിത്യകൃതികൾ. ഭരണാധികാരികൾ. ഈ കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന 3 പ്രധാന രാജവംശങ്ങളെ മൂവേന്തർ, 3 രാജാക്കന്മാർ എന്ന് വിളിച്ചിരുന്നു. ചേരർ, ചെറാസ്. കേരളം ഉൾപ്പെടുന്ന പ്രദേശം ഭരിച്ചിരുന്ന രാജവംശം. ഇവരുടെ തലസ്ഥാനം വാഞ്ചി, വഞ്ചിയോ തിരുവഞ്ചിക്കുളമോ ആയിരുന്നു. ചോളർ, കോളസ്. പാണ്ഡ്യർ, പാണ്ഡ്യാസ്. കേരളത്തിലെ സംഘകാലം. കേരളം ഭരിച്ചിരുന്ന ചേര രാജാക്കന്മാരെക്കുറിച്ച് സംഘം കൃതികളായ പുറനാനൂറ്, അകനാനൂറ്, പതിറ്റുപത്ത് എന്നിവയിൽ നിന്ന് വിവരം ലഭിക്കുന്നു. പതിറ്റുപത്ത് എന്ന കൃതി പൂർണ്ണമായും ചേര രാജാക്കന്മാരെ പ്രകീർത്തിക്കുന്നതാണ്. പ്രധാന തുറമുഖം: മുസിരിസ്, ഇന്നത്തെ കൊടുങ്ങല്ലൂരിന് അടുത്ത്. റോം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളുമായി ശക്തമായ കച്ചവട ബന്ധം നിലനിന്നിരുന്നു. കേരള ചരിത്രം. 2ാം ചേര സാമ്രാജ്യം. നോട്ട് 2. സംഘകാലഘട്ടത്തിലെ 1ാം ചേര സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും ഒരു കേന്ദ്രീകൃത ഭരണം വരുന്നത് കുലശേഖരന്മാരുടെ കാലത്താണ്. ഇവരെ 2ാം ചേര സാമ്രാജ്യം എന്ന് വിളിക്കുന്നു. 1. അടിസ്ഥാന വിവരങ്ങൾ. ക്ലാസിക്കൽ ബിൽഡിംഗ് കാലഘട്ടം, ഏകദേശം AD 800 മുതൽ 1124 വരെ. തലസ്ഥാനം: മഹോദയപുരം, ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്ത്. മറ്റൊരു പേര്: കുലശേഖര സാമ്രാജ്യം. ഭാഷ: ഇവർ മലയാളത്തിന്റെ പുരാതന രൂപമായ മലയാണ്മ ഉപയോഗിച്ചിരുന്നു. 2. പ്രധാന കുലശേഖര രാജാക്കന്മാർ. ക്രൗൺ. കുലശേഖര ആൾവാർ, കുലശേഖര ആൽവാർ. പ്രാധാന്യം: കുലശേഖര സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്ന് കരുതപ്പെടുന്നു. മറ്റൊരു പേര്: കുലശേഖരവർമ്മൻ. അദ്ദേഹം ഒരു വൈഷ്ണവ സന്യാസി, ആൾവാർ കൂടിയായിരുന്നു. പെരുമാൾ തിരുമൊഴി എന്ന ഭക്തിഗ്രന്ഥം രചിച്ചു. രാജശേഖരവർമ്മൻ, രാജശേഖരാവർമ്മൻ. ഇദ്ദേഹമാണ് പ്രശസ്തനായ ശൈവ സന്യാസി ചേരമാൻ പെരുമാൾ നായനാർ എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ കാലത്താണ് AD 825 കൊല്ലവർഷം മലയാളം കലണ്ടർ ആരംഭിച്ചത്. സ്ഥാണു രവിവർമ്മൻ, സ്ഥാനു രവിവർമ്മൻ. പ്രാധാന്യം: പ്രശസ്തമായ തരിസാപ്പള്ളി ശാസനം, താരിസപ്പള്ളി പ്ലേറ്റ്സ് പുറപ്പെടുവിച്ചു. AD 849. എന്താണ് ശാസനം? സിറിയൻ ക്രിസ്ത്യൻ വ്യാപാരിയായ മാർ സാപ്പിർ ഈശോയ്ക്ക് കൊല്ലം നഗരത്തിൽ പള്ളി പണിയാനും കച്ചവടം ചെയ്യാനും പ്രത്യേക അവകാശങ്ങൾ നൽകുന്ന രേഖയാണിത്. ഇത് അക്കാലത്തെ മതസൗഹാർദ്ദവും കച്ചവടവും സൂചിപ്പിക്കുന്നു. ഭാസ്കര രവിവർമ്മൻ. ഭാസ്കര രവിവർമ്മൻ ദ ഫസ്റ്റ്.
പ്രാധാന്യം ജൂതശാസനം ജൂയിഷ് കോപ്പർ പ്ലേറ്റ്സ് പുറപ്പെടുവിച്ചു. AD 1000. എന്താണ് ശാസനം? ജൂത വ്യാപാരി പ്രമുഖനായ ജോസഫ് റബ്ബാന് 5 വണ്ണം എന്ന വ്യാപാര സംഘത്തിന്റെ നേതൃത്വവും പ്രത്യേക അവകാശങ്ങളും നൽകി. 5 വണ്ണം മണിഗ്രാമം അക്കാലത്തെ പ്രധാന വ്യാപാര സംഘങ്ങൾ ട്രേഡ് ഗിൽസ് ആയിരുന്നു. 3. ഈ കാലഘട്ടത്തിലെ മറ്റ് പ്രത്യേകതകൾ. ചോള-ചേര യുദ്ധം സാമ്രാജ്യത്തിന്റെ അവസാന കാലഘട്ടം AD 999-1124 ചോളന്മാരുമായുള്ള നിരന്തര യുദ്ധങ്ങളുടേതായിരുന്നു. ഈ യുദ്ധം കുലശേഖര സാമ്രാജ്യത്തെ ദുർബലമാക്കി. കാന്തല്ലൂർ ശാല ക്രോസ്ഡ് സോർഡ്സ് ദക്ഷിണേന്ത്യയിലെ പ്രത്യേകിച്ച് കുലശേഖരന്മാരുടെ കീഴിലെ ഒരു പ്രധാന പഠന കേന്ദ്രവും സൈനിക പരിശീലന കേന്ദ്രവുമായിരുന്നു. ചോള രാജാക്കന്മാർ പലതവണ കാന്തല്ലൂർ ശാല ആക്രമിച്ചത് ചരിത്രത്തിൽ പ്രശസ്തമാണ്. ഭരണം. നാടുവാഴികൾ ഗവർണർമാർ വഴിയായിരുന്നു ഭരണം. 4 തളി എന്ന ബ്രാഹ്മണ സമിതിക്ക് ഭരണത്തിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. ഭാഷയും സാഹിത്യവും. മലയാളം ഒരു പ്രത്യേക ഭാഷയായി രൂപപ്പെടാൻ തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്. 4. സാമ്രാജ്യത്തിന്റെ തകർച്ച. ചോളന്മാരുമായുള്ള നിരന്തരമായ യുദ്ധങ്ങൾ. നൂറ്റാണ്ട് യുദ്ധം സാമ്രാജ്യത്തിന്റെ ശക്തി ക്ഷയിപ്പിച്ചു. കേന്ദ്രഭരണം ദുർബലമായപ്പോൾ നാടുവാഴികൾ സ്വതന്ത്രരാകാൻ തുടങ്ങി. ഫലം. കുലശേഖര സാമ്രാജ്യം തകരുകയും കേരളം, വേണാട്, കൊച്ചി, കോഴിക്കോട്, സാമൂതിരി, കോലത്തുനാട് തുടങ്ങിയ ചെറിയ നാട്ടുരാജ്യങ്ങളായി സ്വരൂപങ്ങൾ വിഭജിക്കപ്പെടുകയും ചെയ്തു.